ഹായ് ഗൈസ്. ഇന്നലെ ആദില കളിച്ച ഗെയിം വളരെ ചീപ്പ് ഗെയിമാണ് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ട് അക്ബർ എടുത്തു വെച്ച പാവ വളരെ സിമ്പിളായിട്ട് അക്ബർ അടുത്തൊരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ അവിടുന്ന് അതിൽ ഓടി വന്ന് പാവ മാറ്റുന്നതൊക്കെ നമുക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നോ രണ്ടോ നിവിൻ എടുത്ത് രണ്ടെണ്ണോ അത് നിവിൻ സമ്മതിച്ചു, നിവിൻ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അക്ബർ അവിടെ നിന്ന് കരഞ്ഞല്ലോ. അപ്പം ആദില എന്നിട്ടും സമ്മതിക്കുന്നില്ല. പക്ഷെ ആദില എടുത്തത് അതിന് കംപ്ലീറ്റ് എടുത്തെന്നാണ് തോന്നുന്നത്. ഒരു 11 12 പീസ് എടുത്ത് കംപ്ലീറ്റ് പോയി. അത് വളരെ മോശം. ഒന്നോ രണ്ടോ എടുക്കാം, ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കാം എന്നല്ലാതെ ഒരാൾ അത്രയും കഷ്ടപ്പെട്ട് എടുത്തു വെച്ച പോയിന്റ് അത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അക്ബർ അത് എടുത്തു വെച്ചത്. അത് മൊത്തം എടുത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചീപ്പ് ഗെയിമാണ്. അതൊരു ഗെയിമായിട്ടും നമുക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം നൂറ ആദിലയും കൂടിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് എവിറ്റായി പോകുന്നതൊക്കെ പെണ്ണുങ്ങളാണ്. ഇപ്പം ആകെ 4 പെണ്ണുങ്ങളേ ഉള്ളൂ. പിന്നെ ആണുങ്ങൾ പോകുന്നില്ല പുറത്തോട്ട്. ഇവളെ കണ്ണിൽ കുരുവാണോ? അവിടുന്ന് ജിഷിൻ പോയി, ഒനീൽ പോയി, അഭിലാഷ് പോയി. ഇവരൊക്കെ ആണുങ്ങളല്ലേ? നൂറക്ക് പിന്നെ ആണുങ്ങളെ മനസ്സിലാവൂല എന്ന് എനിക്ക് തോന്നുന്നത്. ആണുങ്ങൾ ഇതെല്ലാം പെണ്ണുങ്ങളാ പോയെന്ന് നൂറ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരിപ്പോൾ അനുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അനു ഇവരെ കൂടെ ആയിരുന്നു. പക്ഷെ അനു ഇപ്പം ഇടയ്ക്കൊന്ന് ഇവരായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. അപ്പം അനു ഇവരെ എല്ലാ കള്ളത്തരത്തിനും അനു കൂട്ടു നിൽക്കുന്നില്ല. അത് അനുവിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അനു ഈ കളവ് അങ്ങനത്തേനൊന്നും കൂട്ടു നിൽക്കുന്നില്ല. അനുവിന് പിന്നെ ഈ ഒളിഞ്ഞു നോട്ടം അങ്ങനത്തെ CID പണിയുണ്ട്. അത് വേഗം കണ്ടുപിടിക്കും. പക്ഷെ ഇതുപോലുള്ള പരിപാടി ചീപ്പ് ഗെയിമൊന്നും അനു ഇതുവരെ കളിച്ചത് നമ്മൾ കണ്ടിട്ടില്ല.